ഇന്ന് ഈ കനകുന്നിൽ വെച്ച് ഇവനെ കണ്ടുപിടിക്കുന്ന 500 നമ്മൾ കൊടുക്കും. ഹായ് ബ്രോ. ഹായ് ബ്രോ, ഒരു ചാലഞ്ചിന് റെഡിയാണോ? എന്താണ്? എൻ്റെ ഒരു കൂട്ടുകാർ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പം പുള്ളിയെ പോയി കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ ചാലഞ്ച്. പുള്ളിയുടെ ഫോട്ടോ ഞാൻ കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇയാളെ ഞാൻ കണ്ടുപിടിക്കണം. ആ ഓക്കെ, ഞാൻ 15 മിനിറ്റ് ടൈം തരും. ഓക്കെ, ആദ്യത്തെ 10 മിനിറ്റ് ക്ലൂ ഒന്നുമില്ല, ലാസ്റ്റ് 5 മിനിറ്റ് ക്ലൂ തരും. സത്യം പറഞ്ഞാൽ എവിടെ ഒളിക്കണമെന്ന് എനിക്കും അറിഞ്ഞൂടാ, ലെവനും അറിഞ്ഞൂടാ. ചൊപ്രി ഇപ്പം എനിക്ക് വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിച്ചു തരാമെന്നാണ് പറയുന്നത്. A few moments later. കപ്പിൾസ് ഇല്ലാത്തൊരു സ്പോട്ട് നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് വന്ന് ഒളിച്ചയക്കുകയാണ്. എന്തോ വലിയ അത്ലറ്റ് ആണെന്നാണ് തോന്നുന്നത്. ഞാൻ ആർമി വർക്ക് ചെയ്തതാണ്. ഓ അടിപൊളി. അപ്പോൾ ഒരു ആർമിയുടെ ഓഫീസർ ആയിട്ടാണ് നമ്മളുടെ മത്സരം. ഫോട്ടോ ഒക്കെ കണ്ട് ചേട്ടൻ കണ്ടുപിടിക്കാൻ 3.5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ചേട്ടൻ പിന്നെയും ഓടുകയാണ്. നമ്മളെ കാണുന്ന അനുസരിച്ച് ഇയാൾ മൂവ്മെന്റ് ചെയ്തോണ്ടിരിക്കും. ഇല്ല നമ്മൾ കനകുന്നിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എത്തിയിരിക്കുകയാണ് ഗൈസ്. എഗെയിൻ 6.5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. 6.5 മിനിറ്റ്. നമ്മളെന്തായാലും ഓടിത്തുടന്ന്, ചേട്ടൻ ഓടിത്തുടന്നില്ലെന്നാണ് തോന്നുന്നത്. അവിടെ ഇല്ല. ആ, കപ്പിൾസിന്റെ ഏരിയയിലോട്ട് പോകത്തില്ലെന്നല്ലേ പറയാം. അപ്പോൾ കപ്പിൾസിൻ്റെ ഏരിയ പോകും. ആ, നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ പോകില്ലെന്നേ ഉള്ളൂ. അതിപ്പോൾ കയറാൻ പറ്റൂല എന്നൊക്കെ പറയുന്നില്ല, ആ സ്ഥലങ്ങളിലോട്ടൊന്നും പോകില്ല. നിശാഗന്ധി ഓഡിറ്റോറിയത്തിലെത്തി. അവിടെ ഇല്ല. ചേട്ടാ അവനെ പൊക്കോന്നാണ് പറയണത്. ഓക്കെ, 10 മിനിറ്റ് കഴിഞ്ഞ് ചേട്ടന് കുതിര. വേറെ ക്ലൂ പറയില്ല. ബെഞ്ച് ഉണ്ട് അവിടെ. എന്ത് ബെഞ്ച് മീൻസ് ഫിറ്റ് ചെയ്തേക്കണ ബെഞ്ചായിരിക്കും. ഈ സൈഡും കൂടെ കറങ്ങാവുള്ളൂ. 12 മിനിറ്റ് കഴിഞ്ഞേക്കാണ്. ചേട്ടൻ കണ്ടുപിടിച്ചെന്നാണ്. 13 മിനിറ്റിൽ ചേട്ടൻ ഇവന്മാരെ കണ്ടുപിടിച്ചേക്കാണ്. 13 മിനിറ്റ്. ഒരുപാട് ഓടി. അല്ല, ഈ ഒരു ക്ലൂ നിങ്ങളുടെ ഹെൽപ്പും കൊണ്ടായിരുന്നു. ഈ ക്ലൂ എന്ന് പറയുമ്പോൾ ബെഞ്ച് എന്ന് പറയുമ്പോൾ, കാരണം ഞാൻ ഫസ്റ്റിൽ ഇവിടെ എല്ലാം നോക്കിയിട്ട് കണ്ടില്ല. ഇനി എനിക്ക് ഇവിടെയും കൂടെ നോക്കാവുള്ളായിരുന്നു. കാരണം കപ്പിൾസിലിരിക്കുന്നത്. അപ്പോൾ നീ ഒറ്റയ്ക്ക് ഇരുന്നാലും ഞാൻ നോക്കത്തില്ലായിരുന്നു. 2 ആണുങ്ങൾ ഇരുന്നപ്പോൾ എൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. മലയൻകീഴിൽ നിന്നും നമ്മുടെ കനകുന്നിൽ വന്നിട്ടുള്ള അതുൽ ചേട്ടനാണ് നമ്മുടെ 500 രൂപ കിട്ടാൻ ഭാഗ്യവാൻ. 2 രൂപ കഴിഞ്ഞാൽ പോയേനെ കേട്ടോ. 500 രൂപ. അതുൽ എന്നോട്ട് പോവുകയാണ്. പോയിരിക്കുന്നു.